നമസ്കാരം. വമ്പൻ കളികളുമായി രത്തൻ ടാറ്റ രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. ഉപഭോക്താക്കളുടെ കരണത്തടിച്ചുകൊണ്ട് എയർടെലും ജിയോയും തങ്ങളുടെ റീചാർജ് പ്ലാൻ വർദ്ധിപ്പിച്ചത് വലിയ ആഘാതമാണ് സൃഷ്ടിച്ചത്. നമുക്കറിയാം, ജിയോയുടെ വരവ് വലിയൊരു ലോട്ടറി തന്നെയായിരുന്നു. ഇഷ്ടം പോലെ ഓഫറുകൾ, ഇഷ്ടം പോലെ ഡാറ്റ, അങ്ങനെ ജിയോ ഒരു വലിയ അത്ഭുതം തന്നെയായിരുന്നു സൃഷ്ടിച്ചത്. പക്ഷേ അപ്രതീക്ഷിതമായി ഇപ്പോൾ നിരക്ക് കൂട്ടിയ നടപടി വലിയ തിരിച്ചടിയാണ് ഉപഭോക്താക്കൾക്ക് സമ്മാനിച്ചത്. ടെലികോം ഭീമന്മാരായ എയർടെലിന്റെയും ജിയോയുടെയും റീചാർജ് പ്ലാനുകളിൽ അടുത്തിടെയുള്ള വിലവർദ്ധനവ് മൂലം ഉപഭോക്താക്കളിൽ ഗണ്യമായ ആളുകളും BSNLിലേക്ക് മാറുന്നു എന്ന വിവരവും വരുന്നുണ്ട്. നിരവധി എയർടെൽ ജിയോ ഉപഭോക്താക്കൾ തങ്ങളുടെ മൊബൈൽ നമ്പറുകൾ BSNLിലേക്ക് അതിവേഗം പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത്. ഈ മാറ്റത്തെ ഉയർത്തിക്കാട്ടുന്ന നിരവധി സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ ഇപ്പോഴുണ്ട് എന്നതും എടുത്തു പറയണം. അതായത് പല വീഡിയോകളും ട്രോളുകളും തമാശകളും ഒക്കെ ഇതിനെ ചുറ്റിപ്പറ്റിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ജിയോയുടെ തന്ത്രങ്ങൾക്ക് മേലേറ്റ ഒരു വലിയ പ്രഹരം തന്നെയാണ് രത്തൻ ടാറ്റയുടെ നീക്കം. ടാറ്റയും BSNLും ഒന്നും രണ്ടുമല്ല 15,000 കോടി രൂപയുടെ ഡീലാണ് ഇപ്പോൾ ഉറപ്പാക്കുന്നത്. ഒരു പ്രധാന നീക്കം എന്നോണമാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസും, അതായത് TCS BSNLും 15,000 കോടി രൂപയുടെ ഇടപാടിൽ ഒപ്പുവെച്ചത്. വരും ദിവസങ്ങളിൽ ഗ്രാമീണ മേഖലകളിൽ അതിവേഗ ഇന്റർനെറ്റ് വേഗത വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ 1000 ഗ്രാമങ്ങളിലേക്ക് 4G ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കാനാണ് ഇരു കമ്പനികളും ലക്ഷ്യമിടുന്നത്. നിലവിൽ ജിയോയും എയർടെലുമാണ് 4G ഇന്റർനെറ്റ് സേവന വിപണിയിൽ ആധിപത്യം പുലർത്തുന്നത്. എന്നിരുന്നാലും കരുത്തുറ്റ BSNL അവരുടെ ശക്തി കേന്ദ്രത്തിന് കാര്യമായ വെല്ലുവിളി ഉയർത്തുമെന്നത് ഉറപ്പാണ്. ആളുകൾ കൂട്ടത്തോടെ BSNL തിരഞ്ഞെടുക്കുമ്പോഴും ഡാറ്റ സ്പീഡ് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. നിലവിൽ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ടാറ്റ ഇന്ത്യയുടെ 4 മേഖലകളിൽ ഡാറ്റാ സെന്ററുകൾ നിർമ്മിക്കുന്നുണ്ട്. ഇത് രാജ്യത്തിന്റെ 4G ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് വലിയ സഹായകമാകുമെന്നതാണ് എടുത്തു പറയേണ്ടത്. BSNL ഇതിനകം രാജ്യവ്യാപകമായി 9,000-ലധികം 4G നെറ്റ്വർക്കുകൾ വിന്യസിച്ചിട്ടുണ്ട്. ഈ എണ്ണം 1 ലക്ഷമായി ഉയർത്താൻ ലക്ഷ്യമിടുന്നുണ്ട്. പലരും BSNLിലേക്ക് മാറാൻ ആഗ്രഹിച്ചെങ്കിലും 5Gയും 4Gയിലും പരിധിയില്ലാത്ത നെറ്റ്വർക്ക് ആഗ്രഹിക്കുന്നവർക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നതാണ് പ്രതിസന്ധി. BSNLിന്റെ സേവനങ്ങൾ മെച്ചപ്പെടുത്താനും അതേപോലെ ഇന്ത്യൻ ടെലികോം മേഖലയിലെ മത്സരം വർദ്ധിപ്പിക്കാനും കഴിയുന്ന തന്ത്രപരമായ പങ്കാളിത്തം തന്നെയാണ് ഇപ്പോഴത്തെ ഈ ടാറ്റ BSNL കരാർ. കഴിഞ്ഞ മാസമാണ് ജിയോ റീചാർജ് പ്ലാനുകളിൽ വർധനവ് പ്രഖ്യാപിച്ചത്. അതിനെ തുടർന്ന് എയർടെൽ, വോഡഫോൺ ഐഡിയ എന്നിവയിൽ നിന്ന് സമാനമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. ജിയോ, എയർടെൽ എന്നിവയുടെ വർദ്ധിച്ച വില ജൂലൈ 3 മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. അതേസമയം VIയുടെ പുതിയ വിലകൾ ജൂലൈ 4 മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. ശരിക്കും പറഞ്ഞാൽ ജിയോ ലഭ്യമാക്കിയിരുന്ന ഓഫറുകൾ വലിയ രീതിയിലായിരുന്നു ഉപഭോക്താക്കളെ ആകർഷിച്ചിരുന്നത്. അൺലിമിറ്റഡ് ഡാറ്റ അടക്കമുള്ള കാര്യങ്ങൾ തുടക്കത്തിൽ ഉണ്ടായിരുന്നു. മെച്ചപ്പെട്ട രീതിയിലുള്ള നീക്കങ്ങൾ തന്നെയായിരുന്നു ജിയോ നടത്തിയത്. പക്ഷേ ഈ ജിയോയുടെ കുത്തനെയുള്ള വിലവർദ്ധനവ് അക്ഷരാർത്ഥത്തിൽ ആളുകളെ ഞെട്ടിക്കുകയായിരുന്നു. 12% മുതൽ 25% വരെ വർധനയോടെ ജിയോ ഏറ്റവും പ്രധാനപ്പെട്ട വിലവർദ്ധനവാണ് നടപ്പിലാക്കിയത്. എയർടെൽ 11% മുതൽ 21% വരെ വർധനവ് വരുത്തി. VI വിലകൾ 10% മുതൽ 21% വരെ വർദ്ധിപ്പിച്ചു. ഇത് വ്യാപകമായ ഉപഭോക്തൃ അതൃപ്തിയിലേക്ക് തന്നെയാണ് നയിച്ചത് എന്നതിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ജിയോയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിലെ പ്രതിഷേധം വലിയ തെളിവാണ്. അതായത് പരിഹസിച്ചും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയും ഒക്കെയുള്ള വീഡിയോകൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാനായിട്ട് സാധിക്കും. തൽഫലമായിട്ട് നിരവധി ഉപഭോക്താക്കൾ ഇപ്പോൾ കൂടുതൽ മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അതായത് BSNLിലേക്ക് തിരിയുന്നു എന്നൊരു വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ടാറ്റ ഗ്രൂപ്പിന്റെ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് TCS ഇന്ത്യയിലുടനീളം 4G നെറ്റ്വർക്ക് വിന്യസിക്കുന്നതിന് സർക്കാർ ഉടമസ്ഥതയിലുള്ള BSNLുമായി പ്രവർത്തിക്കുന്നത് വലിയ മാറ്റങ്ങൾ തന്നെ തുറക്കുമെന്നതാണ് ഒരു വിഭാഗം പറയുന്നത്. ഒന്നും രണ്ടുമല്ല, 15,000 കോടി രൂപയുടെ ഇടപാടിന്റെ ഫലം വലിയ രീതിയിലായിരിക്കും എന്നതാണ് വിദഗ്ധർ പറയുന്നത്. ജൂൺ 9 വരെയുള്ള കണക്കനുസരിച്ച് 14.08 ലക്ഷം കോടി രൂപയാണ് TCSന്റെ വിപണി മൂലധനം. നേരത്തെ പറഞ്ഞതുപോലെ താമസിയാതെ തന്നെ 1000-ലധികം ഗ്രാമങ്ങൾക്ക് മികച്ച മൊബൈൽ കണക്ടിവിറ്റി ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ജില്ലകളെയും തഹസീൽ ഓഫീസുകളെയും ഒക്കെ ബന്ധിപ്പിക്കുന്നതിന് കാര്യക്ഷമമായ ആശയവിനിമയം സ്ഥാപിക്കാൻ പദ്ധതിയിടുന്നതായിട്ട് BSNL അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിലുടനീളം 4G 5G സേവനങ്ങൾ നൽകുന്നതിന് BSNL ഒരു നെറ്റ്വർക്ക് സ്ഥാപിക്കുന്നുണ്ട്. സർക്കാർ ടെലികോം കമ്പനി 1 ലക്ഷം സൈറ്റുകളിൽ 4G ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരുങ്ങുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 4G സേവനത്തിനായി കമ്പനി ഇതിനകം 9,000 ടവറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നത് ചെറിയ കാര്യമല്ല. റിപ്പോർട്ടുകൾ പ്രകാരം TCS, തേജസ് നെറ്റ്വർക്കുകൾ, സർക്കാർ ഉടമസ്ഥതയിലുള്ള ITI എന്നിവ BSNLിൽ നിന്ന് ഏകദേശം 19,000 കോടി രൂപയുടെ ഓർഡറുകൾ നേടിയിട്ടുണ്ട്. ഈ വർഷം ഓഗസ്റ്റിൽ BSNL രാജ്യത്തുടനീളം 4G സേവനങ്ങൾ പുറത്തിറക്കാൻ സാധ്യതയുണ്ട് എന്നും വിവരമുണ്ട്. BSNLിന്റെ 4G സേവനങ്ങൾ നിലവിൽ രാജ്യത്തുടനീളമുള്ള തിരഞ്ഞെടുത്ത സർക്കിളുകളിൽ മാത്രമേ ലഭ്യമാകൂ എന്നതും നേരത്തെ പുറത്തു വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ടാറ്റ
BSNL കോമ്പിനേഷൻ ആ ഒരു കരാർ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഉപയോക്താക്കൾ പ്രതീക്ഷിക്കുന്നത്. ജിയോ ഇനി ഇതിന് മറുപക്ഷമായി എന്ത് ചെയ്യും എന്നതും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.